അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ബഹുമാനപ്പെട്ട സാദിഖലി ശിഹാബ് തങ്ങൾ ഒരു ആഹ്വാനം ചെയ്തു. സുന്നത്ത് ജമാഅത്തിൻ്റെ വേദികളെ നിങ്ങൾ കുത്തുവാക്കിനായിട്ട് ഉപയോഗിക്കരുത് എന്ന്, അതുപോലെ മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉപയോഗിക്കരുത് എന്ന് തങ്ങൾ പറഞ്ഞു. ആ വാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഇത് മൊത്തത്തിലുള്ള ഒരു മുസ്ലിമീങ്ങളോടുള്ള ഒരു ഉപദേശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ കുത്തുവാക്ക് ഒരാളെ പറ്റി പറയരുത് എന്നതുപോലെ തന്നെ മോശമായത് ഒരാളെ പറ്റി പറയാനോ ചെയ്യാനോ പാടില്ല. അത് നമ്മൾക്ക് ഏത് ഭാഗത്തു നിന്നിട്ടാണെങ്കിലും വേണ്ടില്ല, നമ്മളതിനെതിരെ അതുപോലെ എന്ത് തെറ്റുകൾ കണ്ടാലും നമ്മളതിനെ മുഖം നോക്കാതെ എതിർക്കണം. അതിൽ മതസൗഹാർദ്ദം വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ ഒന്നും അവരുടെ ഇബാദത്തുകളിൽ നമ്മൾ പങ്കുചേരരുത്. നേരെ മറിച്ച് നമ്മൾ സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂടിക്കലരുക, അവരുടെ നല്ല നിലക്ക് വർത്തിക്കുക, അതിനൊന്നും വിഷയമല്ലല്ലോ. അപ്പോൾ എന്നാലും എന്തിൻ്റെങ്കിലും പേരിൽ മറ്റുള്ളവരെ ഈബത്ത് പറഞ്ഞാൽ വലാ യഗ്തബ് ബഅ്ദുകും ഖുർആൻ അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾ പരസ്പരം ഈബത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അള്ളാഹ് ചോദിക്കുകയാണ്, അയുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കണേ. എന്തിനെ? നിൻ്റെ സഹോദരൻ്റെ പച്ചയായി തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. മരിച്ചു കിടക്കുന്ന തൻ്റെ സഹോദരൻ്റെ മാംസത്തെ തിന്നുന്നതിന് പകരമാണ് ഈബത്ത് എന്ന്. അതുമാത്രമല്ല, നമ്മൾ ചെയ്യുന്ന നന്മകൾ അതൊക്കെ നശിച്ചു പോകും. ഈബത്ത് പറയപ്പെട്ട ആൾക്ക് കൊടുക്കേണ്ടി വരും. ചെല്ലുമ്പോൾ അവനെ മുഫ്ലിസ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. തൊലഞ്ഞ് പാപ്പറസൂട്ടാന്നറിഞ്ഞിട്ട് നിങ്ങൾ ഒന്നുമില്ലാത്തവനാവും. അപ്പോൾ ഈ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അവരുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട്, അതുപോലെ തന്നെ മുമ്പ് ഹൈദരലി ശിഹാബ് തങ്ങളൊരു ആഹ്വാനം ചെയ്തിരുന്നു. മുമ്പ് സുന്നി അഫ്കാറിലൊക്കെ ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. എന്ത്? നമ്മുടെ സ്പീക്കർ ഉപയോഗം അത് അമിതമായി പോകുന്നുണ്ട്, അതൊക്കെ നിയന്ത്രിക്കുക. ഇപ്പോൾ പള്ളികളിൽ എന്നപോലെ തന്നെ മറ്റുള്ളിടത്തൊക്കെ പുറത്തേക്ക് വിട്ടിട്ട് മൗലൂദ് ഓതുക എന്നപോലെ ഇങ്ങനത്തെ റാത്തീബുകൾ ഇതൊക്കെ പുറത്തേക്ക് വിട്ടിട്ട് മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രൂപത്തിൽ ഇതൊക്കെ നിയന്ത്രിക്കണമെന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തിരുന്നു. എന്നതുപോലെ തന്നെ മജ്ലിസുൻ നൂർ, അത് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉണ്ടാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തിന് എതിരായിട്ട് അത് പുറത്തേക്കിട്ട് ചെല്ലുന്ന പല സ്ഥലങ്ങളുണ്ട്. ഇതിലൊന്നും ഇപ്പോൾ ഒരു ശ്രേഷ്ഠത പ്രത്യേകിച്ചൊന്നുമില്ല. ഇബാദത്തുകളെ യന്ത്രവൽക്കരിച്ചാൽ അതിൻ്റെ മഹത്വം നഷ്ടപ്പെടുകയുള്ളൂ, അല്ലാതെ കൂടില്ല, മറ്റുള്ളവർക്ക് ശല്യമായിട്ട് മാറും. അത് അവിടെ ഉള്ളിൽ ഒതുങ്ങിയ സ്ഥലത്ത് ഇപ്പോൾ ജനങ്ങളൊക്കെ ഒരുമിച്ച സമയമാണെങ്കിൽ ബോക്സ് വെച്ചിട്ട് ആ സദസ്സിന് കേൾക്കുന്ന രൂപത്തിലൊക്കെ ചെല്ലുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണക്കിലെടുത്ത് നമ്മളെ ആക്കിബത്ത് നന്നായി